ഇതൊന്നും ഉണ്ടാവില്ല, ബേജാറാകൊന്നും വേണ്ട, സഹായം വരും. പക്ഷെ അത് ആരിൽ നിന്നാണ് വരിക? അള്ളാഹുവിന്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇറാനുമായി ഒരു യുദ്ധം സത്യമായി ഉണ്ടായിരിക്കും. യാതൊരു സംശയവും വേണ്ട, അത് നടന്നേ തീരും. അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും. ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും. മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ് മുഴുവനും നശിച്ചു. അതുകൊണ്ട് എക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കണം. സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഇത് നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഞാനിത് വളരെ പണ്ടേ നിങ്ങളോട് പറയുന്നുണ്ട്. ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ. ഞാൻ 2000 മുതൽ പറയുന്ന വർത്താനാണ്. പഴയ കേസറ്റൊക്കെ കേട്ട നിൽക്കുകയാണ്. അടുത്ത യുദ്ധം ഇറാനുമായാണ്. അത് ഭയാനകമായിരിക്കും. അതിനാരാ ചെയ്യുക? അതിന് മറ്റുള്ളവരാണ് ചെയ്യുക. എന്തുകൊണ്ട്? ഒരു നഷ്ടവും അവർക്കില്ല. നഷ്ടം ആർക്കുള്ളത്? പറ, ആർക്കാ നഷ്ടം സംഭവിക്കുക? മുസ്ലിമീങ്ങൾക്ക്. ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കൂല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും? ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയും പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ ഉള്ള അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും? ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും. ഇത് നടക്കൂലേ? നടക്കും. ഇത് നടന്നേ തീരൂ. ഇറാനുമായി യുദ്ധം അനിവാര്യമാണ്. അത് നടന്നേ തീരൂ. അത് ഫിത്നത്തുൻ അമ്മാഉ സമ്മാഉ അമ്മിയാ. അത് കണ്ണില്ലാത്തയും കാതില്ലാത്തയും യുദ്ധമായിരിക്കും. മനുഷ്യരാശി ഇന്നുവരെ കണ്ടതിൽ വെച്ച് വലിയ യുദ്ധം സംഭവിക്കും. അതിന് ഇനി കാലതാമസമില്ല, സംഭവിച്ചിരിക്കും, സംഭവിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നിങ്ങൾ ആരോട് ചോദിച്ചാ പറയുന്നത്? ഇത് മുത്തുനബി പറഞ്ഞതാ, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ കുറേ കാലങ്ങളായി നിങ്ങൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അതങ്ങനെ തന്നെ നടക്കാറുണ്ട്. അതൊരു കവടി നേരത്തെ പറയുന്ന വർത്താനല്ല. അതങ്ങനെ സംഭവിക്കൂ. അതിൻ്റെ രീതി അങ്ങനെയാണ്. അതിൻ്റെ രീതി കണ്ടാൽ അങ്ങനെയാണ്. അത് അങ്ങനെ വരൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് സംഭവിക്കും. അത് സംഭവിക്കും. സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേരെ നിർത്താൻ കഴിയൂല. അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്. അനാവശ്യമായ ഷോപ്പിങ്ങുകളിൽ പെണ്ണുങ്ങളെ നിയന്ത്രിക്കണം. ഇന്നത്തെ നമ്മളെ സാഹചര്യം ഇപ്പോഴും നമ്മളെ പെണ്ണുങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിനേക്കാൾ വലിയൊരു വിപത്താണ് ഇനി പറയാൻ പോണത്. അതായത് ഒരു കല്യാണം ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ഒരു കല്യാണം ഉണ്ടായാൽ ആ കല്യാണത്തിന് പുതുവസ്ത്രം കൊടുക്കണം. അത് അങ്ങനെ തന്നെയല്ലേ പറയും? അത് അടുത്ത ആഴ്ച പിന്നെ കുടുംബത്തിൽ വേറൊരു കല്യാണം ഉണ്ടായാൽ വേറെ കൊടുക്കണം. കല്യാണങ്ങൾക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കുട്ടിക്കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം. കാരണം മര്യാദക്ക് ഭക്ഷണം ഇല്ല. വേഷപ്രധാനമല്ല, ഭക്ഷണപ്രധാനമാണ്. അതായത് ഒരു കല്യാണത്തിന് പോകുന്നത് തിന്നാനാണ്, അല്ലാതെ എന്തല്ല കുപ്പായം കാണിച്ചു കൊടുക്കാനല്ല. ഇന്ന് കല്യാണത്തിന് പോകുന്നത് പറയും മനുഷ്യന്മാരെ, തിന്നാനല്ല, പിന്നെ ഉടുപട കാണിച്ചു കൊടുക്കാനാണ്. ആണോ അല്ലേ? പറയും മനുഷ്യന്മാരെ. അങ്ങനെ തന്നെയാണ്. എല്ലാം അങ്ങനെയാണ്. പ്രകടനങ്ങൾ അങ്ങനെയാണ്, ഒക്കെയാണ്. എല്ലാ പ്രകടനങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ല? നല്ല കടക്കെ കുപ്പായിട്ടിട്ടാണ് എല്ലാവരും പ്രകടനത്തിന് മുന്നിൽ വെക്കുക. കല്യാണം പോലെയാണ് പ്രകടനം. പ്രകടനത്തിനൊക്കെ വരുന്ന ആളുകൾ അങ്ങനെ മുന്നിൽ അങ്ങനെ കണ്ടാൽ നല്ല വെള്ളയും കുപ്പായിട്ടിട്ട് ഇങ്ങനെ എന്തോ ഗൗരവമായ കാര്യം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പ്രകടനത്തിന് വരുന്നത്. പക്ഷെ അവരെ കടക്കെ കുപ്പായിട്ട് വരിക. വേഷപ്രധാനാണത്. നല്ല കടക്കെ കുപ്പായിട്ടിട്ട് ഇറങ്ങി വരിക. ഒക്കെ അപ്പം അങ്ങനെയായി. അപ്പൊ എന്ത് അട്ടിമറിഞ്ഞു. എന്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാല് പിന്നെ കല്യാണത്തിന് ഇന്നത്തെ സൗകര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഓർമ്മ പറയാണ് ഞാൻ. ആഴ്ച കഴിഞ്ഞാൽ നിക്കാഹ് ഉണ്ടാവും. നിക്കാഹ് കഴിഞ്ഞിട്ട് മോലിയർക്കും പുതിയാപ്പൾക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പരക്ക ഭക്ഷണം കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ കല്യാണത്തിൻ്റെ ഓർമ്മ. അങ്ങനെയല്ലേ? ഇശ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഉസ്താദ്മാരും മറ്റൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും?
നിക്കാഹ് കഴിഞ്ഞിട്ട് മൂല്യന്മാരും ആ പ്രധാനപ്പെട്ടവരും പിന്നെ പുതിയാപ്പളിനൊപ്പം വന്നവർക്കും ഭക്ഷണം കൊടുക്കും. പിന്നെ നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. അതിനു വേണ്ടി നേരത്തെ തന്നെ വന്ന് കൂടും. പറയാം അങ്ങനെയൊക്കെ അല്ലേ? എന്നാലും അൽഹംദുലില്ലാഹ് ആ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക്. അതിനു വേണ്ടി മനുഷ്യന്മാർ നേരത്തെ തന്നെ വരും അല്ലേ? അങ്ങനല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നൊക്കെ നമുക്ക് ഭക്ഷണം തന്ന ആളുകൾക്കൊക്കെ ഒരു കല്യാണത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ആ ക്ഷാമകാലത്തെ നമുക്ക് ഭക്ഷണം തന്ന ആളുകൾ അല്ലാഹു അവർക്കൊക്കെ പുറത്തു മനസ്സോർക്ക് അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഒരു ഹലാലായ ഒരു ഭക്ഷണം ആര് നമ്മളെ വയറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കും അവർക്കും പുറത്തു തരട്ടെ. അല്ലാഹുവിന്റെ സൽക്കാരത്തിൽ എത്താൻ അല്ലാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകട്ടെ. നോക്ക്, നിങ്ങൾ ഇന്ന് അവസ്ഥ മാറി. ഇന്നിപ്പോ എന്താ? ഇന്ന് വേഷപ്രധാനാണ്. ഞങ്ങളോട് പറയുന്ന ഈ പെണ്ണുങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതായത് എക്കണോമിക്കൽ സിസ്റ്റം ഇനി പെട്ടെന്ന് നേരെയാക്കാൻ കഴിയില്ല. ഈ നൂറ്റാണ്ട് ഭയങ്കര അപകടത്തിലേക്ക് പോവാണ്. അപകടം എന്ന് പറഞ്ഞാൽ 2030 ഉള്ളിൽ എക്കണോമിക്കൽ സിസ്റ്റം നേരെയാവില്ല. 30 ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. 30 ലെവലാവില്ല, കച്ചവടം നടക്കൂല. 2020 കച്ചവടം 2021 നടക്കൂല. 2021 കച്ചവടം 2022 നടക്കൂല എന്നല്ല, 2020 കച്ചവടക്കാർ 2021 കച്ചവടക്കാർ തന്നെ ആവില്ല മുഴുവൻ ആളുകൾ. 2021 അത്ര കച്ചവടക്കാർ 2022 ഉണ്ടാവില്ല. കാരണം തോറ്റുപോകും. സിസ്റ്റം തകർന്നു പോവുകയാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. സത്യം 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 സത്യം. അപ്പൊ എന്ത് വേണം? സൂക്ഷിച്ചു ചെലവഴിക്കുന്നവർ ദരിദ്രരാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് നമ്മളെ ഏറ്റവും ബാധിക്കുന്ന അറിയാൻ ഒരു കാരണം കൂടി ഉണ്ട്. എന്താ കാരണം? 957 കേരളപ്പിറവിയുള്ള സന്ദർഭത്തിൽ നമുക്കുണ്ടായതിന്റെ കേരളത്തിൽ ഉണ്ടായിരുന്ന മലബാറിൽ ഉണ്ടായിരുന്ന വിശേഷിച്ചും മലബാറിൽ ഉണ്ടായിരുന്ന 957 കേരളപ്പിറവിയുടെ കാലത്ത് മലയാളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ ഉണ്ടായിരുന്ന നെൽകൃഷിയുടെ 10% പോലും ഇന്ന് മലയാളത്തിൽ നെൽകൃഷിയില്ല. എന്തായിരുന്നു നമ്മളെ വരുമാനം? നമ്മുടെ പഴയ കാലത്തെ വരുമാനം എന്താ? കേരളപ്പിറവിയുടെ കാലത്തെ നമ്മളെ വരുമാനം പുറത്തുനിന്നല്ല. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നമുക്ക് അരി വരൂല. അത് റേഷനായി വല്ലതും കിട്ടിയെങ്കിലും ഉണ്ടോ? നമ്മളുടെ ഗ്രാമജീവിതത്തിൽ നമ്മളെ അരി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ആളുകൾക്ക് പാടുണ്ടാവും. ഏകദേശം ആളുകളൊക്കെ ബാക്കിയുള്ളവരെ വയലിൽ പണിയെടുക്കാനും വന്നോ അവർക്കും നെല്ല് കിട്ടും അല്ലേ? പാറ മനുഷ്യന്മാരെ ഏകദേശമെല്ലാം. പിന്നെ കുറച്ചൊക്കെ റേഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. റേഷൻ തന്നെ അപൂർവം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഒപ്പിച്ച് കഞ്ഞിയും ചോറുമായിട്ട് പോകുന്ന ഒരു കാലമായിരുന്നു നമ്മളെയൊക്കെ കാലത്തുണ്ടായിരുന്നത് അല്ലേ? പറയും. പിന്നെ നമുക്ക് ഗൾഫ് വന്നു. ഗൾഫ് വന്നപ്പോൾ ഇതൊക്കെ അട്ടിമറിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചെങ്കിൽ 957 കേരളപ്പിറവി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നെൽകൃഷിയുടെ 10% നെൽകൃഷി പോലും ഇന്ന് മലബാറിൽ ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം നേരിടും. പിന്നെ എന്ത് വേണം? പണം വേണ്ടി വരും. പണത്തിന്റെ സോഴ്സ് കുറയും ചെയ്യും. ഇതൊക്കെ നാളെ നടക്കുന്ന കാര്യമാണ് വിചാരിക്കേണ്ട. പക്ഷെ മറ്റന്നാ നടക്കും. നാളെ നടക്കുന്നില്ലെങ്കിൽ മറ്റന്നാൾ നടക്കും. അപ്പൊ സൂക്ഷിക്കണം. എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു ചെലവഴിക്കാൻ പഠിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പാണ്ഡിത്യം ജീവിത ചെലവിൽ കൃത്യമാക്കുക എന്നതാണെന്ന്. വരുമാനവും ചെലവും ക്ലിയറാക്കാൻ കഴിഞ്ഞാലേ ഒരു മനുഷ്യനെ നേരെ നിൽക്കാൻ കഴിയും. ഒരു മനുഷ്യന്റെ 2 ഹദീസ് സൂക്ഷിച്ചു ചെലവഴിക്കാൻ പഠിച്ചാൽ അവന് ദാരിദ്ര്യം വരികയില്ല.
ദരിദ്രനാവുകയില്ല. സൂക്ഷിച്ചു ചെലവഴിച്ച് പഠിച്ചവൻ ദരിദ്രനാവുകയില്ല. സൂക്ഷിച്ചു ചെലവഴിച്ച് പഠിച്ചവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. സൂക്ഷിച്ച് ചെലവഴിച്ച് പഠിച്ചവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന്റെ പാണ്ഡിത്യത്തിൽപ്പെട്ടതാണ് അവന്റെ മൈസത്തിൽ അവനെ സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിക്കുക. അതായത് പിശുക്കുമല്ല, അങ്ങോട്ട് കൊടുക്കൂല്ല, രണ്ടിന്റെ ഇടയിൽ. الذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. അമിത വ്യയം ചെയ്യുകയുമില്ല, ലുബ്ധത കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമാ, അത് രണ്ടിന്റെയും ഇടയിലാണ് നിലനിൽപ്പ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇറാനുമായി യുദ്ധം നടന്നേ തീരൂ. അത് നാളെ മറ്റന്നാളോ എനിക്കറിയില്ല, അത് നടന്നേ തീരൂ. അത് തീർച്ചയായും നടക്കും. അത് ഭയാനകമായ യുദ്ധമായിരിക്കും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ആ യുദ്ധം അവസാനിക്കില്ല. ആ യുദ്ധം അവസാനിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇറാന്റെ യുദ്ധത്തിന് ശേഷം ഇറാൻ തകരും. ഇറാൻ തകരൽ മാത്രമല്ല, പരിസരത്തുള്ള അറബ് രാജ്യങ്ങളും തകരും. അതോടുകൂടെ പുറം യൂറോപ്യൻ ശക്തികളും മുസ്ലിം ലോകവും രണ്ടായി മാറും. അത് ഘോരമായ യുദ്ധത്തിൽ അവസാനിക്കും. ആ ഘോരമായ യുദ്ധം ഭയാനകമായ അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ അറബ് ലോകത്തിന് അധികാരം നഷ്ടപ്പെടും. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് മഹ്ദിമാമ വരും. ഞാൻ മഹ്ദിമാമ വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം എല്ലാവരും കാത്തിരിക്കുകയാണ് ആര് വരാൻ. എന്ത് പറഞ്ഞാൽ രണ്ടാമത് പറയാ മഹ്ദിമാമ വരാനായിട്ടുണ്ടെന്നാ. ഇനി ഒരു ഹദീസ് കേട്ടോ, ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽക്കുൽ അറബി. അറബ് രാജ്യങ്ങളുടെ മൊത്തവും അധികാരം നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ല. എന്നിട്ടാണ് ആര് വരിക? അതൊക്കെ എല്ലാവരും ആര് വരുള്ളൂ എന്ന് മുത്തിരി നമ്മളിങ്ങനെ അതിനിടയിൽ മറുകയും വരിക. നമ്മളിങ്ങനെ ഉസാറാക്കി കുറച്ചും മറ്റതൊക്കെ ഇങ്ങനെ മുടുങ്ങി ഇങ്ങനെ നടക്കുക. അതിന്റെ ഇങ്ങനെ ഉപ്പായി മാറ്റി മഹ്ദിയെ കൊണ്ടുപോകുക. അച്ഛ മലയാളത്തോട്ട് അറബിയ പറയാം. മഹ്ദി പുറത്തു വരികയില്ല. അറബ് ലോകത്തിന്റെ അധികാരം മുഴുവൻ നഷ്ടപ്പെടാതെ ഒരിക്കലും. വളരെ ചിന്തിക്കണം. ഇത് ഹബീബായ നബി പറഞ്ഞു. ഇത് ഹബീബായ നബി പറഞ്ഞതാണ്. മുത്ത് റസൂൽ പറഞ്ഞതാണ്. അറബ് ലോകത്തിന്റെ